നമ്മളിനി കുറച്ച് ഗ്യാമ്പിളിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി മോണ്ടി കസിനോയിലോട്ട് പോകാം കേട്ടോ. ഞാനിപ്പോൾ വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ. പക്ഷേ എൻ്റെ 2 ദിവസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി സൗത്ത് ആഫ്രിക്ക ഒരു യൂറോപ്പ് ലെവൽ സ്റ്റാൻഡേർഡുള്ളൊരു രാജ്യമാണ്. എല്ലാ റേസിലുള്ള ആൾക്കാരും ഉണ്ട്, നല്ല ഡെവലപ്മെൻറ്റും ഉണ്ട് കേട്ടോ. റോഡാണെങ്കിലും പറമ്പാണെങ്കിലും എല്ലാം നല്ല വൃത്തിയായിട്ട് കേട്ടോ സൂക്ഷിച്ചേക്കുന്നത്. ലിറ്ററിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കസിനോയ്ക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയുടെ ഒരു ബ്യൂട്ടിയൊക്കെ കണ്ടോ? എന്ത് ഓർഗനൈസ്ഡ് ആയിട്ടും എന്ത് ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നതെന്ന്. പിന്നെ വഴിയിലുള്ള വണ്ടികളെല്ലാം നല്ല എക്സ്പെൻസീവ് വണ്ടികളാട്ടോ. മെക്ലേറനും പോർഷയും ബെൻസും BMW എല്ലാ ടൈപ്പ് വണ്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ. സൗത്ത് ആഫ്രിക്ക വളരെ റിച്ച് ആയിട്ടുള്ളൊരു കൺട്രി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മോണ്ടി കസിനോയിലോട്ട് എത്തി കേട്ടോ. മോണ്ടി കസിനോ എന്ന് പറഞ്ഞാൽ ഒരു കസിനോ ആണ്, ഗ്യാമ്പിളിംഗ് ഒക്കെ ചെയ്യുന്നത്. സ്ലോട്ട് മെഷീൻസും പോക്കറും റൂലറ്റ് അങ്ങനെയൊക്കെയുള്ള ശരിക്കും ഒരു ലോട്ടറി ഒക്കെ എടുക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചൂതാട്ടം. ഈ ലെഫ്റ്റ് ഗേറ്റ് തിരിഞ്ഞ് കയറിയ ഈ കാണുന്നത് മുഴുവൻ കസിനോൻ്റെ ഏരിയ കേട്ടോ. 3-4 ലെവൽ പാർക്കിംഗ് ഉണ്ട്, പിന്നെ കസിനോ ഉണ്ട്, പിന്നെ ഫുഡും അങ്ങനത്തെ ഏതാണ്ടൊക്കെ കുറേ കാര്യങ്ങളുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒന്ന് കണ്ടു നോക്കാം. നമുക്കിവിടെ ഒരു ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമ്മൾ മാളിലൊക്കെ എൻ്റർ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് നമ്മളിവിടെ ഇഷ്യൂ ചെയ്യും. നമ്മളെവിടെയാണ് വന്നതെന്നറിയോ? കസിനോയിൽ കേട്ടോ. ഞങ്ങൾ ഗ്യാമ്പിൾ ചെയ്യാൻ പോകും, കുറച്ച് പൈസയൊക്കെ അടിച്ചിട്ട് തന്നെ പോകുന്നു. What is this? ആ, ഈ നേരെ കാണുന്ന ഇതല്ലേ? ഇവിടെ കഫേയും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. കസിനോ ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ജിമ്മ ചേച്ചി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പാരഡൈസോ അതിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു ഷോട്ടാണ് ഇപ്പോൾ കണ്ടത്. ഇതും ഒരു കഫേ കേട്ടോ. ഇത് കുറച്ചൊരു അടിപൊളി ബാറാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് പിന്നെ? വേറൊരു ലോകം പോലെ തന്നെയല്ലേ? ആ, സിറ്റിക്കകത്തൊരു സിറ്റി. ഇതുണ്ടോ മറ്റേ ഇറ്റാലിയൻ സ്ട്രീറ്റ്സിലൊക്കെ നടക്കുന്നുണ്ടല്ലേ? നിലത്തൊക്കെ കട്ട കണ്ടോ? നിലത്തെ കട്ട കാണാമോ? ഇൻ്റർലോക്ക് പോലത്തെ ഒരു കട്ടയും ഡിസൈനും ഒക്കെ കേട്ടോ. കാണിച്ചു തരാം. ഇതുണ്ടോ നിലത്തെ ടെക്സ്ചറൊക്കെ ഉണ്ടോ? അടിപൊളിയല്ലേ? ഇവിടെ നമുക്ക് തോന്നും ലൈറ്റ് ഉണ്ടെന്ന്. അതായത് മേളത്തെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കേട്ടോ, സ്കൈ. അത് ഏതാണ്ട് എന്നെ വെക്കുന്ന കടയാണ്. ഏതാണ്ട് തിന്നുന്ന സാധനം തന്നെയാണെന്ന് തോന്നുന്നല്ലേ? ഇത് അടിപൊളിയായിട്ടോ. ഇത് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അവിടെ നോക്കാം. അവിടെ നോക്കിയിട്ട് അവിടെ കിടുക. അവിടെ ഓപ്പണാട്ടോ. നമുക്ക് അവിടെ ഒന്ന് പോയി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കാം. എന്താ പറഞ്ഞേ? ആ, ഇത് നാച്ചുറൽ ലൈറ്റല്ലേ? നാച്ചുറൽ ലൈറ്റാണ് ഇവിടെ ശരിക്കും. അടിപൊളി കേട്ടോ. ഇത് ഒരു ശരിക്കും നമ്മളൊരു ഇറ്റാലിയൻ സ്ട്രീറ്റിൽ വന്ന പോലെ തന്നെ കേട്ടോ. ഞാൻ അതിൻ്റെ മുന്നിൽ പോയി പോസ് ചെയ്യാം. ഒരു ഹോട്ടലിനകത്ത് ഇത് കണ്ടോ. ഇത് കണ്ടോ? ഇവിടെ ഒരാൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പാട്ടൊക്കെ പാടാൻ നിർത്തിയോ? നമ്മൾ വെടിയായിട്ട് വന്നപ്പോഴത്തേക്ക് പാട്ട് പാടാൻ നിർത്തി. അപ്പോൾ ചേച്ചിയും മാമനും ഒക്കെ എത്തിയിട്ടുണ്ട്. 2ാമത്തെ വണ്ടി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കാസിനോയിലൊന്ന് കയറണം കേട്ടോ. ഞാൻ ആ കാസിനോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഫോട്ടോ എടുക്കാൻ നോക്കി കേട്ടോ. അവിടെ ഒരു സ്റ്റാൻഡേ വെച്ചിട്ട്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല കാസിനോൻ്റെ. ലോബ്സ്റ്റർ കിടക്കുന്നുണ്ടോ? ആ, ഈ 94.7 എന്ന് പറഞ്ഞ റേഡിയോ കേട്ടോ, ലൈവ് റേഡിയോ ആണ്. ഇപ്പോൾ ലൈവായിട്ട് ആൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദിസ്?
രുരുവിനെ എന്നെ കണ്ടപ്പോൾ അതുൽ കൊച്ചിച്ച എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ക്യാമറ ചേച്ചിയുടെ കൊടുത്ത് ഞാൻ അവനെ എടുത്ത് അവിടെ സ്ട്രീറ്റൊക്കെ പോയി നടന്ന് കണ്ടു നോക്കി കേട്ടോ. മേടിച്ചില്ലെന്നോ? എല്ലായിടത്തും അങ്ങനെ ഇതവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള കേട്ടോ. അവിടെ നിന്ന് ആർട്ടിഫിഷ്യലായിട്ട് സ്മോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതാ കാസിനോൻ്റെ തന്നെ ഔട്ട്ഡോറിലിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് പബ്ബുകളും ആൾക്കാരും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. ഒരു ഫൗണ്ടനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ പോവാം. സൗത്ത് ആഫ്രിക്കക്കാരെ പൊതുവെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാട്ടോ. കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാട്ടോ. ഫുഡ് കഴിക്കാനും പുറത്തു പോകാനും ഡാൻസ് ചെയ്യാനും പാർട്ടി ചെയ്യാനൊക്കെ മ്യൂസിക് കേൾക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ഈ ഫൗണ്ടൻ നല്ല രസമുണ്ടല്ലേ കാണാൻ. ലുരുവിനും അത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എങ്ങനെയല്ല അതിൻ്റെ ഉള്ളിൽ കയറണം എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. ലുലുവിന് ആ വെള്ളം കണ്ടപ്പോൾ ഭയങ്കര ക്രേസായിട്ടോ. പിന്നെ ആൾ അവിടെ നിന്ന് മാറുന്നില്ല, അവിടെ തന്നെ നിൽക്കുക ആള്. അവിടെ വരെ എത്തിയവൻ ഇൻട്രസ്റ്റിംഗ് ആയേ. ഇവിടെ ഉണ്ട് കേട്ടോ കഫേ. ഫുഡിൻ്റെ സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പൊതുവേ ആൾക്കാർക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു കൾച്ചറാണ്. ഇങ്ങനെ കൂട്ടൊക്കെ കൂടിയിരുന്ന് കഴിക്കുക, ഫുഡ് കഴിക്കുക, കള്ളു കുടിക്കുക, എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക, അങ്ങനെ ഒരു കൾച്ചറാട്ടോ. അതുകൊണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട്, ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ പുള്ളിക്കാരി ഇവിടെ ഒരു പെർഫോം ചെയ്തൊരു ആർട്ടിസ്റ്റാട്ടോ. അപ്പം അവിടെ അവൻ്റെ ഈ നിൽക്കുന്ന പയ്യൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇവന് വേണ്ടി ഒരു വിഷ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ അതാട്ടോ അവർ ചെയ്യുന്നത്. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ കുറച്ച് പബ്ബിൽ കയറിയിരുന്ന് ഒരു ബിയറൊക്കെ തട്ടാന്ന് ഓർത്തു കേട്ടോ. അതവിടെയുള്ള കുറച്ച് പിള്ളേരാട്ടോ. അവന്മാർക്ക് ഈ വെള്ളത്തിനകത്തൊരു ഓടിക്കളിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഇതവിടെ മരത്തിൻ്റെ ചോട്ട് കണ്ടൊരു പ്ലാന്റ് ആട്ടോ. ആഫ്രിക്കയിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിനി നേരെ കാസിനോയിലേക്ക് പോകാട്ടോ. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എന്നാലും ജാക്കറ്റ് ഇടേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കാസിനോയുടെ എൻട്രൻസ് കേട്ടോ. ഇത് കഴിഞ്ഞ് അപ്പോൾ തൊട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാനും ചിറ്റയും മുന്നേ കേട്ടോ കസിനോയിൽ ആദ്യമായിട്ട് പോകുന്നത്. അതുകൊണ്ട് ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വണ്ടി വീട്ടിലേക്ക് പോയി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു 200 റാൻഡ് നമുക്ക് കളിച്ച് നോക്കാമെന്ന് വെറുതെ എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ്. അപ്പോൾ നമ്മളത് കൊണ്ട് റീചാർജ് ചെയ്തു കേട്ടോ. ഒരു കാർഡ് കിട്ടും, ആ കാർഡിൽ നമ്മൾ റീചാർജ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെയുള്ള മെഷീൻസ് ഉണ്ട്. മെഷീൻസിലെ കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് എടുത്ത് കാണിക്കും. നമുക്ക് ഗെയിം കളിച്ചിട്ടുണ്ടല്ലോ, 200 റാൻഡ് വെച്ചിട്ടാട്ടോ നമ്മൾ കളിച്ചത്. അപ്പോൾ നമ്മൾ സ്ലോട്ട് മെഷീനിലാട്ടോ കളിച്ചത്. സ്ലോട്ട് മെഷീനിൽ കളിച്ചിട്ട് 200 റാൻഡാണ് ഇട്ടത്. നമുക്ക് 900 റാൻഡ് കിട്ടി കേട്ടോ. ഏകദേശം ഒരു 200 റാൻഡ് എത്ര രൂപ, 1000 രൂപ ഇട്ടിട്ട് 4000 5000 രൂപ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ തവണ ലക്ക് നമ്മുടെ അടുത്താണ്. 4500 രൂപ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ വരുന്നുണ്ട്. ഇവിടെ എല്ലാ സാധനവും ലീഗലായുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതിനോടൊന്നും വലിയ ക്രേസ് ഇല്ല കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കുറച്ച് വില്ലാസ് കണ്ടതാട്ടോ. ഇനി കുറച്ച് നേരം ഞാൻ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടോ. മെയിൻ റോഡിലല്ല, നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ആ വഴിയാട്ടോ. അവിടുന്ന് വണ്ടി വരുന്നതിന് നീ നിർത്തി കൊടുക്കണേ. ഇവിടെ ചെന്നിട്ട് നോക്കിയാൽ മതി. വണ്ടി ഇല്ലല്ലോ. ആ പൊക്കോ പൊക്കോ പൊക്കോ. അവിടെ 2 പമ്പുണ്ട്. ആദ്യത്തെ നീത്തി റൈറ്റ് കയറിയിട്ട് കയറി ഇറങ്ങിക്കോ, പ്രശ്നമില്ല. അത്ര ഹൈ അല്ല. രണ്ടാമത്തെ ഇത്തിരി ചാടും. അത് ഇത്തിരി ചാട്ടമുള്ള അപ്പാണ്. വണ്ടി വെറുതെ ഒന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. വലുതായിട്ട് കാലൊന്നും കൊടുത്തില്ല, പക്ഷെ അടിപൊളി കേട്ടോ. നല്ല സ്മൂത്താണ് വണ്ടി. ഇവിടുത്തെ റോഡ് നമുക്ക് അത്ര പരിചയമില്ലല്ലോ. നമ്മൾ കുറച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് കുറച്ച് ഓടിച്ച് നോക്കണം. അപ്പോൾ വേറൊരു വീഡിയോ വീണ്ടും കാണാം.